ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാർത്തികേയൻ പുറത്തിറങ്ങി എന്ന് അറിഞ്ഞതോടെ നന്ദിനിക്ക് വല്ലാത്ത പേടിയാവുകയാണ്. അച്ഛനെയും അനിയത്തിമാരെയും മുത്തശ്ശിയെയും എന്തെങ്കിലും കാർത്തികേയൻ ചെയ്യുമോ എന്നുള്ള പേടിയിലാണ്. അപ്പോൾ ഇതറിഞ്ഞ പത്മ കാർത്തികേയന് ഫോൺ വിളിക്കുകയാണ്. എന്നിട്ട് കാർത്തികേയനോട് പറയണേ, നീ അവളുടെ വീട്ടിലെ ആരെയും ഒന്നും ചെയ്യേണ്ട, അവരാരെയും കൊല്ലുകയോ ഒന്നും വേണ്ട, പക്ഷേ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ മതി എന്ന് കാർത്തികേയനോട് പത്മ ഫോൺ വിളിച്ച് പറയുകയാണ്. അങ്ങനെ പത്മ പ്ലാനുകൾ തയ്യാറാക്കുകയാണ്. കാർത്തികേയനെ വെച്ച് തന്നെ നന്ദിനിയെ തകർക്കാനുള്ള പ്ലാനുകളാണ് പത്മ ഒരുക്കൂട്ടി വെക്കുന്നത്. ഈ സമയം നന്ദിനി അച്ഛനെ വിളിച്ച് കാര്യം പറയാണ്. കാർത്തികേയൻ പുറത്തിറങ്ങിയതിനെക്കുറിച്ച് അച്ഛൻ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലണം, അനിയത്തിമാരും മുത്തശ്ശിയും ഒക്കെ അവിടെ ഉള്ളതല്ലേ, അതുകൊണ്ട് അച്ഛൻ എത്രയും പെട്ടെന്ന് അവിടേക്ക് ചെല്ലണം, എനിക്ക് നല്ല പേടിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അച്ഛനെ ആശ്വസിപ്പിക്കുകയാണ്. മോൾ എന്തിനാണ് പേടിക്കുന്നത്, കാർത്തികേയൻ നമ്മളെ ആരെയും ഒന്നും ചെയ്യില്ല, അവന് ഒരിക്കലും പുറം ലോകം കാണാൻ കഴിയില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പോൾ അവൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അവന് ഒരു തരത്തിലും ആരെയും ഉപദ്രവിക്കാനൊന്നും കഴിയില്ല, അത് അവൻ്റെ ശിക്ഷയെ ബാധിക്കും, അതുകൊണ്ട് മോള് വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് അച്ഛൻ നേരെ വീട്ടിലേക്ക് ചെല്ലുന്നത്. ഈ സമയം അനിയത്തികൾ കാർത്തികയും പ്രിയങ്കയും മുത്തശ്ശിയും കൂടി വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് വീടിൻ്റെ ഡോറ് തുറന്നു കിടക്കുന്നത് കാണുമ്പോൾ മുത്തശ്ശി പറയണേ, നിന്റെ അച്ഛൻ ഇത്രയും പെട്ടെന്ന് സുദേവൻ വീട്ടിലേക്ക് എത്തിയോ, ഇത് അല്ലാതെ ഇപ്പോൾ ഇതിങ്ങനെ തുറന്നിടില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞുകൊണ്ടാണ് അവർ 3 പേരും കൂടി അകത്തേക്ക് കയറുന്നത്. അപ്പോൾ അവരതിനകത്ത് കയറുന്ന സമയത്ത് അവിടെ കാർത്തികേയനെ കാണുമ്പോൾ അങ്ങ് ഞെട്ടിപ്പോവാണ്. ഇയാൾ എങ്ങനെ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് കയറി എന്നുള്ള ഭാവത്തിലിട്ടോ. അങ്ങനെ കാർത്തികേയനാണെങ്കിൽ അവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാർത്തികേയൻ അവരോട് 3 പേരോടും പറയണ്, അല്ല, വീട്ടിലേക്ക് ഒരു അതിഥി വന്ന് കയറിയിട്ട് ഇരിക്കാനും ഭക്ഷണം തരാനൊന്നും ഇവിടെ ആരുമില്ല, നിങ്ങൾ 3 പേരും വാതിലും പൂട്ടിയിട്ട് എവിടേക്കാണ് പോയിരുന്നത്? മുത്തശ്ശി പറയണേ, തെണ്ടിത്തരം കാണിച്ചിട്ട് വന്ന് ന്യായീകരിക്കുന്നോ, ഞങ്ങൾ ആളുകളില്ലാത്ത സമയത്ത് ഞങ്ങളുടെ വീട് തുറന്ന് എന്തിനാണ് നീ ഇവിടേക്ക് കയറിയത് എന്ന് ചോദിക്കുമ്പോൾ കാർത്തികേയനോടൊപ്പം വന്ന് ഞങ്ങളുടെ ഏട്ടനെ നിങ്ങൾ അകത്താക്കിയിട്ട് ജയിലിലാക്കിയതും പോരാ, എന്നിട്ടിപ്പോൾ ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന ഒരു പാത്രം വലിച്ചെറിയണ്ടോ. അപ്പോൾ കാർത്തികേയൻ പറയണേ, എന്താടാ നീ കാണിക്കുന്നത്, നിന്നോട് ആരാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞത്, ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്ക് കാണാനില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഏട്ടാ ക്ഷമിക്ക്, അറിയാതെ ഒരബദ്ധം പറ്റിയതാണ്, ഏട്ടൻ ഇരുന്ന് ഭക്ഷണം കഴിച്ചോ എന്ന് പറയട്ടോ. അപ്പോൾ കാർത്തികേയൻ പറയണേ, ഇവൻ ഒരു ബുദ്ധിയില്ലാത്തവനാണ്, ഇവനെ ഒന്നും അറിയില്ല, എങ്ങനെ ആളുകളോട് പെരുമാറണം എന്നൊന്നും ഇവന് തീരെ അറിയില്ല, ഇവന് എല്ലാവരെയും കൊന്നു തള്ളാൻ മാത്രമാണ് ഇവനെ കൊണ്ട് കഴിയൂ എന്ന് പറയട്ടോ. അപ്പോൾ പ്രിയങ്ക അങ്ങ് ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, വീട്ടിൽ ആളില്ലാത്ത സമയത്ത് അതിക്രമിച്ച് കയറിയതും പോരാ, എന്നിട്ട് ഇവിടെ തോന്നിവാസം കാണിച്ചതും പോരാഞ്ഞിട്ട് ഇപ്പം ഞങ്ങളെ ഭീഷണിപ്പെടുത്തി സംസാരിക്കുന്നു. അപ്പോൾ കാർത്തികേയൻ പറയണ, ആ ചേച്ചിയെ പോലെ തന്നെയാണല്ലോ അനിയത്തിമാർ 2 പേരും, നിങ്ങൾ നല്ല പഠിപ്പുള്ള പെൺകുട്ടികളാണെന്നൊക്കെ എനിക്കറിയാം, അതിൻ്റെ ഉശിരാണോ നിങ്ങളിപ്പോൾ ഈ കാണിക്കുന്നത്, നല്ല പെൺകുട്ടികൾ തന്നെയാണ്, ചേച്ചിയെ പോലെ കാണാനും നല്ല സുന്ദരികളാണ് എന്നൊക്കെ കാർത്തികേയൻ കുറച്ച് മോശമായിട്ട് സംസാരിക്കുമ്പോൾ മുത്തശ്ശി പറയണേ, ഇനി ഇങ്ങ് മാറി നിൽക്കടി എന്ന് പ്രിയങ്കയോട് പറയട്ടോ. കാർത്തികയോടും പറയണേ. എന്നിട്ട് പറയണേ, വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് മുത്തശ്ശി അങ്ങ് ദേഷ്യപ്പെടാണ്. നീ തെറ്റ് ചെയ്തത് കൊണ്ടാണ് നീ ജയിലിലേക്ക് പോയത്, അതിന് നീ എന്തിനാ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നത്, കാർത്തികേയ നീ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ, 2 പെൺകുട്ടികൾ താമസിക്കുന്ന ഈ വീട്ടിൽ വന്ന് വെറുതെ നീ ബഹളം വെക്കരുത് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ കാർത്തികേയൻ പറയണേ, എന്താ മുത്തശ്ശി, എന്നെ ഭീഷണിപ്പെടുത്താനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, കാർത്തികേയനെ നിങ്ങൾ ഭീഷണിപ്പെടുത്തി വീണ്ടും ജയിലിലേക്ക് അയക്കാമെന്നാണോ നിങ്ങൾ കരുതിയത്, എങ്കിൽ ഞാൻ തന്നെ നിങ്ങളോട് പറയാം, ഞാൻ എന്നേക്കുമായിട്ട് ജയിലിൽ നിന്നും ജയിലിലേക്ക് തന്നെ പോവും, പക്ഷേ അത് നിങ്ങളെ എല്ലാവരെയും കൊന്നിട്ടാണ് ഞാൻ പോകും. കാർത്തികേയൻ്റെ ആ ഭീഷണി നിറഞ്ഞ സംസാരം കേൾക്കുമ്പോൾ അവർ 3 പേരും ഒന്ന് പേടിക്കുകയാണ്. എന്നിട്ട് കാർത്തികേയൻ പറയണേ, ഞാൻ തിരിച്ച് ഇനി ജയിലിലേക്ക് പോകുന്നത് വരെയും നിങ്ങളുടെ വീട്ടിൽ നിന്നാണ് എനിക്ക് 3 നേരത്തെ ഭക്ഷണവും തരേണ്ടത്, അല്ല എന്നുണ്ടെങ്കിൽ കാർത്തികേയൻ പിന്നെ എന്താണ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എന്ന് പറയട്ടോ. എന്താ തള്ളേ, നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ എന്നൊക്കെ മുത്തശ്ശിയോട് കാർത്തികേയൻ ചോദിക്കുകയാണ്. കാർത്തികേയൻ പറയണേ, 3 നേരം ഭക്ഷണവും കഴിച്ച് ഞാൻ ഇവിടെ ഉറങ്ങി എണീറ്റ ശേഷമാണ് ഞാൻ ഈ വീട്ടിൽ നിന്നും എൻ്റെ ജോലിക്ക് പോവുകയുള്ളൂ, എന്നിട്ട് തിരിച്ച് ഈ വീട്ടിലേക്ക് തന്നെ വരും എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയാം, കാർത്തികേയ നിന്റെ സംസാരവും നിന്റെ പെരുമാറ്റവും അതിര് കിടക്കുന്നുണ്ട്, മര്യാദക്ക് നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയുമ്പോൾ കാർത്തികേയൻ മുത്തശ്ശിയെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുമ്പോഴത്തേക്കും കൂടെയുള്ളവരങ്ങ് തടയുകയാണ്. വേണ്ട ഏട്ടാ, ഇവരെ വെറുതെ അടിച്ചിട്ട് ഏട്ടൻ വീണ്ടും പ്രതിയാവണ്ട, ഇവരൊക്കെ ഒറ്റ അടിക്ക് തന്നെ കാഞ്ഞു പോവും, അതുകൊണ്ട് വെറുതെ എടുത്തു ചാടി ഓരോന്ന് ചെയ്യാൻ നിൽക്കണ്ട. കിളവി, ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ മൂത്ത മകൾ കാരണമാണ് എനിക്കിപ്പോൾ ഈ അവസ്ഥ വന്നത്, അവൾ കാരണം എൻ്റെ കുടുംബം എനിക്ക് ഇല്ലാതായി, എൻ്റെ ഭാര്യ എന്നെ കളഞ്ഞിട്ട് പോയി, കൊലപാതകിയുടെ കൂടെ അവൾക്ക് ജീവിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഇറങ്ങിപ്പോയി, പിന്നെ എനിക്കിപ്പോൾ ഒരു കൂട്ടുമില്ല, ആരുമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെയാണ് ഇനി താമസിക്കാൻ പോകുന്നത്, ഇവിടെ നിന്ന് 3 നേരം ഭക്ഷണവും കഴിക്കും, ഇവിടെ തന്നെ ഉറങ്ങുകയും ചെയ്യും, അങ്ങനെയാണ് ഞാൻ ഇനി ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇനി രാത്രി വരാം, ചൂടുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചേക്ക്, അല്ല കിളവി, നിങ്ങൾ എനിക്ക് ഭക്ഷണത്തിന്
ഭക്ഷണത്തിൽ വിഷം തന്ന് എന്നെ കൊല്ലാമെന്നൊന്നും ഉദ്ദേശിക്കേണ്ട. അങ്ങനെയുള്ള മണ്ടത്തരമൊന്നും ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട. എനിക്ക് തരുന്ന ഭക്ഷണം ഞാൻ ആദ്യം നിങ്ങളുടെ 2 മക്കളെ കൊണ്ടും കഴിപ്പിക്കും. എന്നതിൻ്റെ ശേഷമാണ് ഞാൻ കഴിക്കുകയുള്ളൂ എന്ന് പറയട്ടോ. അങ്ങനെ അവിടെ നിന്ന് പോവുകയാണ് കാർത്തികേയൻ. അങ്ങനെ കാർത്തികേയൻ പോകുന്ന സമയത്ത് പ്രിയങ്കയെ ഒന്ന് തറപ്പിച്ച് നോക്കുകയാണ്. എന്നിട്ട് പ്രിയങ്കയുടെ ഷാളിൽ അങ്ങ് കൈ തുടക്കുകയും മുഖം തുടക്കുകയൊക്കെ ചെയ്ത ശേഷമാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ പ്രിയങ്ക പൊട്ടിക്കരയുകയാണ്. അപ്പോൾ മുത്തശ്ശിയും കാർത്തികയും ആശ്വസിപ്പിക്കുകയാണ്. ഇങ്ങനെ കരയല്ലേ എന്ന് പറയട്ടോ. അപ്പോൾ മുത്തശ്ശി പറയാണ്, മോളെ നിന്റെ അച്ഛൻ വരട്ടെ, എന്നിട്ട് നമുക്കിതിനൊരു തീരുമാനം ഉണ്ടാക്കാം എന്ന് പറയണേ. ഈ സമയം നന്ദിനി അച്ഛനും വീണ്ടും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അച്ഛൻ ഫോൺ എടുക്കാത്തത്? വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവോ എന്നൊക്കെ സ്വയം മനസ്സിലിങ്ങനെ പറയണം. അങ്ങനെ സുദേവൻ വീട്ടിലെത്തിയ ശേഷം എല്ലാ കാര്യങ്ങളും അറിയണ. കാർത്തികേയൻ വന്നതും അവിടെ പ്രശ്നം ഉണ്ടാക്കിയതും ഒക്കെ അറിയാണ്. അപ്പോൾ സുദേവൻ പറയാണ്, എന്തായാലും നന്ദിനിയെ ഇക്കാര്യം ഒന്നും അറിയിക്കേണ്ട. അവൾ എന്നെ രാവിലെ തുടങ്ങി വിളിക്കലാണ്. അവളാണ് എന്നെ കാർത്തികേയൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞത്. നന്ദിനി വല്ലാതെ പേടിക്കും. അപ്പോൾ അവൾ ഇവിടേക്ക് ഓടി വരും. അതുകൊണ്ട് അവളെ വെറുതെ അവളുടെ മനസ്സമാധാനം കളയേണ്ട. നിങ്ങളെല്ലാവരും ഈ അച്ഛന് വാക്ക് തരണം. നന്ദിനിയോട് നിങ്ങളൊന്നും പറയരുത് എന്ന് പ്രിയങ്കയോടും കാർത്തികയോടും ഒക്കെ പറയട്ടെ. അങ്ങനെ മുത്തശ്ശിയും പറയാണ്, അച്ഛൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം എന്ന് പറയണം. അങ്ങനെ നന്ദിനിയുടെ കോൾ വരുന്ന സമയത്ത് സുധോവൻ ഫോൺ എടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ ഒന്നും സംഭവിക്കാത്ത മട്ടിലാണ്. ഇവിടേക്ക് കാർത്തികേയൻ വന്നിട്ടില്ല, ഇവിടെ നല്ല കുഴപ്പമൊന്നുമില്ല, ഇവിടെ സന്തോഷത്തിലാണ് എന്നൊക്കെ ഇങ്ങനെ പച്ചക്കള്ളം പറയുകയാണ്. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് കൊടുക്കാൻ വേണ്ടി പറയണം. അങ്ങനെ മുത്തശ്ശിയും അതുപോലെ തന്നെ പറയാണ്, ഇവിടെ ഒരു കുഴപ്പവുമില്ല മോളെ. കാർത്തികേയൻ ഇവിടേക്ക് വന്നാലേ അവൻ്റെ മുഖത്തേക്ക് ചൂടുവെള്ളം ഒഴിക്കും എന്നൊക്കെ പക്ഷെ നല്ല ധൈര്യത്തിൽ സംസാരിക്കുകയാണ്. അങ്ങനെ പ്രിയങ്കയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ പ്രിയങ്കയും ഇതുപോലെ തന്നെ സംസാരിക്കുകയാണ്. ഇവിടെ ഒരു കുഴപ്പവുമില്ല, ചേച്ചിക്ക് സുഖമല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ നല്ല സംസാരങ്ങൾ ഇങ്ങനെ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങ് കാർത്തിക പറയണേ, ചേച്ചി ഇല്ല, ഇവരെല്ലാവരും പച്ചക്കള്ളമാണ് പറയുന്നത്. ഇവിടേക്ക് കാർത്തികേയൻ വന്നിരുന്നു എന്നങ്ങ് പറയുമ്പോൾ നന്ദിനി അങ്ങ് ഞെട്ടിപ്പോണ്. എന്താ മോളെ നീ ഈ പറയുന്നത്? അതെ എന്നും പറഞ്ഞുകൊണ്ട് ആ ഫോൺ വാങ്ങിയിട്ട് കാർത്തിക എല്ലാ കാര്യങ്ങളും അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. ചേച്ചി ഇവരെല്ലാവരും പച്ചക്കള്ളമാണ് പറയുന്നത്. ഇവിടേക്ക് കാർത്തികേയൻ വന്നിരുന്നു, എന്നിട്ട് ഇവിടെ പ്രശ്നമുണ്ടാക്കി കാർത്തികേയൻ അടിക്കാൻ വന്നു എന്നുള്ള കാര്യമൊക്കെ അങ്ങ് പറയട്ടോ. അത് കേട്ടപ്പോൾ നന്ദിനി അങ്ങ് ഞെട്ടിപ്പോവാണ്. അങ്ങനെ നന്ദിനിയെ വിളിച്ചുകൊണ്ട് അവിടെ യതീന്ദ്രൻ വരികയാണ്. അപ്പോഴത്തേക്കും അവിടേക്ക് രാജുവും സുമയും സൂര്യയും ഒക്കെ വരികയാണ് കേട്ടോ. എന്നിട്ട് എല്ലാവരും കേൾക്കാൻ വേണ്ടി നന്ദിനി ഫോണിൽ സ്പീക്കറിലിട്ട് സംസാരിക്കുകയാണ്. എന്താണ് മോളെ അവിടെ ഉണ്ടായത്, ഒന്ന് വിശദമായി പറ എന്ന് പറയുമ്പോൾ കാർത്തിക എല്ലാ കാര്യവും അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. കാർത്തികേയൻ ഇവിടെ വന്നു മുത്തശ്ശിയെ അടിക്കാൻ വേണ്ടി നോക്കി, ചേച്ചിയോട് മോശമായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തു. അങ്ങനെ എല്ലാ കാര്യവും അങ്ങ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർ 4 പേരും അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ നന്ദിനി കരഞ്ഞുകൊണ്ട് പറയണേ, കേട്ടില്ലേ സാർ, ഇതാണ് ഞാൻ പറഞ്ഞത്. എനിക്കിപ്പോൾ തന്നെ എൻ്റെ വീട്ടിലേക്ക് പോകണം. ദയവ് വിചാരിച്ച് എന്നെ ഒന്ന് വീട്ടിലേക്ക് പറഞ്ഞു വിടണം എന്നൊക്കെ യാചിച്ചുകൊണ്ട് നന്ദിനി ചോദിക്കാട്ടോ. അപ്പോൾ നന്ദിനിയുടെ അച്ഛൻ ഇത് കേൾക്കുമ്പോൾ സുദേവൻ പറയണേ, എന്താ മോളെ നീ ഈ പറയുന്നത്? ഇവിടെ ഒരു പ്രശ്നവുമില്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ട് നീ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, ഇനി നീ വെറുതെ ഇരിക്കുക എന്ന് പറയുമ്പോൾ അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത്? എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് കരുതിയിട്ട് എനിക്ക് എൻ്റെ കൂടപ്പിറപ്പുകളും എൻ്റെ അച്ഛനും മുത്തശ്ശിയും അപ്പോൾ എനിക്ക് ആരുമല്ലേ? എന്താ അച്ഛൻ അങ്ങനെ പറയുന്നത്? നീ എന്തിനാ മോളെ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞങ്ങളാരും അങ്ങനെ ഒന്നും അർത്ഥത്തിൽ പറഞ്ഞതല്ല എന്ന് മുത്തശ്ശി പറയണേ. അപ്പോൾ കാർത്തിക പറയണേ, ഇല്ല ചേച്ചി, ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട്, ചേച്ചി എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വാ എന്ന് പറയണേ. അങ്ങനെ കാർത്തിക വീണ്ടും വീണ്ടും അത് പറയുമ്പോൾ പെട്ടെന്ന് സുദേവൻ അങ്ങ് ഫോൺ കട്ടാക്കണി. എന്തിനാണ് നീ വെറുതെ നന്ദിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തുന്നത്? അവൾക്ക് അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങളാണ് എന്നൊക്കെ സുദേവൻ ആ സമയത്ത് കാർത്തികയോട് പറയാൻ കേട്ടോ. അങ്ങനെ ഇതൊക്കെ കേട്ടുകൊണ്ട് നിന്ന് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുകയാണ്. അപ്പോൾ യതീന്ദ്രൻ പറയാണ്, മോളെ ഞാൻ തന്നെ കാർത്തികേയന് ഫോൺ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞോളാം എന്ന് പറയുമ്പോൾ നന്ദിനി പറയണേ, ഇല്ല അച്ഛ, അച്ഛനൊന്നും വിളിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, കാർത്തികേയൻ്റെ സ്വഭാവം അതാണ്, എനിക്കിപ്പോൾ തന്നെ എൻ്റെ വീട്ടിലേക്ക് പോകണം എന്ന് പറയണം. അപ്പോൾ യതീന്ദ്രൻ അത് സമ്മതിക്കുന്നില്ല. അപ്പോഴത്തേക്കും സൂര്യ നന്ദിനിയുടെ കൈ അങ്ങ് പിടിക്കുകയാണ്. നന്ദിനി നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനിയുടെ കൈ പിടിച്ചുകൊണ്ട് അങ്ങ് കാറിലേക്ക് കയറുകയാണ്. അപ്പോൾ യതീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മോനെ സൂര്യ നീ എവിടേക്കാണ് പോകുന്നത്? നീ എന്താ ഒന്നും പറയാതെ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴും സൂര്യ ഒന്നും മിണ്ടാതെ നന്ദിനിയുടെ കൈ പിടിച്ച് കാറിലേക്ക് അങ്ങ് ഇരുത്താണ്. എന്നിട്ട് കാർ എടുത്തുകൊണ്ട് നന്ദിനിയുമായിട്ട് പോവാണ്. അപ്പോൾ നന്ദിനി ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, സാർ ഇപ്പോൾ എവിടേക്കാണ് ഈ പോകുന്നത്? ഞാൻ മൊത്തം പ്രശ്നത്തിലാണ്, എൻ്റെ വീട്ടിലുള്ളവരൊക്കെ നല്ല പേടിയിലാണുള്ളത്, എന്നെ കൂട്ടി എവിടേക്കാണ് സാറ് പോകുന്നത് എന്നിങ്ങനെ ചോദിക്കാട്ടോ. അപ്പോൾ സൂര്യ പറയണേ, നീ ഒന്നും മിണ്ടാതിരിക്കും നന്ദിനി, നമ്മളിപ്പോൾ പോകുന്നത് നിൻ്റെ വീട്ടിലേക്ക് തന്നെയാണ്. എൻ്റെ വീട്ടിലേക്കോ? അതെന്തിനാ സൂര്യ സാറ് വരുന്നത്? ഇനിയിപ്പോൾ സൂര്യ സാറ് എൻ്റെ വീട്ടിലേക്ക് വന്നാലേ സൂര്യ സാറിൻ്റെ വീട്ടിൽ അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നമുണ്ടാവും, എനിക്കത് സഹിക്കാൻ കഴിയില്ല, അതുകൊണ്ട് സൂര്യ സാറ് വരണ്ട, ഞാൻ തനിച്ചു പോയിക്കോളാം എന്ന് പറയുമ്പോൾ നീ നന്ദിനി മിണ്ടാതിരിക്കുന്നുണ്ടോ? എനിക്കറിയാം എന്താണ് വേണ്ടത് എന്ന്. നീ ഇപ്പോൾ അവിടേക്ക് തനിച്ചു പോയിട്ട് ഇത് ചെയ്യാനാണ് കാർത്തികേയനെ നിന്നെയും കൂടി ചേർത്ത് കാർത്തികേയൻ ഭീഷണിപ്പെടുത്തുകയും പകപോക്കുകയുമാണ് ചെയ്യുക. അതുകൊണ്ട് നീ തനിച്ചു പോയിട്ട് കാര്യമില്ല. അവനെ ജയിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിട്ടും അവന്
അടങ്ങിയിരിക്കാറായിട്ടില്ല. അതുകൊണ്ട് അവൻ ഇനിയുള്ള ശിക്ഷ ഞാനാണ് വിധിക്കാൻ പോകുന്നത്. അവൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നന്ദിനി, നീ ഒന്നും മിണ്ടാതിരുന്നാൽ മതി. നമ്മളിപ്പോൾ നിന്റെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ അത് മാത്രം ഇപ്പോൾ ചിന്തിച്ചാൽ മതി. അല്ലാതെ എൻ്റെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നത്തെക്കുറിച്ചൊന്നും നീ ചിന്തിക്കേണ്ട. അതും പരിഹരിക്കാൻ ഈ സൂര്യക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനിയെയും കൂട്ടി നന്ദിനിയുടെ വീട്ടിലേക്ക് സൂര്യ പോവുകയാണ്.